ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിനെ ബോധപ്പെടുത്താം. ഹല്ലേലൂയ. ഓക്കെ, നമ്മുടെ ക്യാമ്പിന്റെ തീം എന്താണ്? അബൈഡ് ഇൻ മീ, അതായത് എന്നിൽ വസിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണ് ആ ഒരു വേദഭാഗം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. നമുക്ക് വേഗത്തിൽ അങ്ങോട്ട് തിരിയാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, അബൈഡ് ഇൻ മീ, ഞാൻ നിങ്ങളിലും വസിക്കും. ഐ വിൽ അബൈഡ് ഇൻ യു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വേദപുസ്തകത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സെൻറ്റൻസിൽ ഒന്നാണ് ഈ സെൻറ്റൻസ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒന്നുമില്ല. ഈ ഒരു അവബോധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷപ്പെട്ടു. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ടുള്ളതല്ല, അത് അസാധ്യമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഓൺലി ക്രൈസ്റ്റ് ക്യാൻ ലിവ് ഇറ്റ്. ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ട് നിറഞ്ഞതല്ല, അത് അസാധ്യമാണ്. ക്രിസ്തുവിന് മാത്രമേ അത് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ആത്മാവിനാൽ എൻ്റെ ഉള്ളിൽ വസിച്ചിട്ട് ആ കർത്താവ് എന്നിൽ കൂടി തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഒന്നുകൂടെ പറയാം, ക്രിസ്തീയ ജീവിതം എന്താണ്? ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ തോറ്റുപോകും. അങ്ങനെ തോറ്റ് തൊപ്പിയിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രമിച്ചു നോക്കിയിട്ട് ശരി കഥ പറയാം. പക്ഷെ ക്രിസ്തീയ ജീവിതം എപ്പോഴാണ് സാധ്യമാകാൻ തുടങ്ങിയത്? എൻ്റെ ശ്രമം നിർത്തിയിട്ട് കർത്താവിനുള്ള ആശ്രയം ആരംഭിച്ചപ്പോൾ. ക്രിസ്തീയ ജീവിതം എപ്പോഴാണ് എനിക്ക് ഫലപ്രദമാകാൻ തുടങ്ങിയത്, സാധ്യമാകാൻ തുടങ്ങിയത്? എൻ്റെ ശ്രമം കൊണ്ട് നടക്കുന്നതല്ല എന്നുള്ള ബോധ്യം വരികയും എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കർത്താവിലുള്ള പൂർണ്ണ ആശ്രയം നിമിത്തം, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഓരോ നിമിഷം ജീവിക്കുകയും എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കർത്താവിന് എന്നിൽ കൂടി എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം ചെയ്യാൻ കർത്താവിനെ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ഫലപ്രദമാകുന്നത്, സാധ്യമാകുന്നത്. അതാണ് യേശു കർത്താവ് പറയുന്നത്. മുന്തിരിവള്ളിയും ശാഖകളും. ഈ ശാഖയുടെ പർപ്പസ് എന്താ? ശാഖയുടെ പർപ്പസ് എന്താ? ഫലം കായ്ക്കുക എന്നുള്ളത്. പക്ഷേ മുന്തിരിവള്ളിയെ കൂടാതെ ശാഖയ്ക്ക് ഫലം കായ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഈ ബ്രാഞ്ചിന് ഫലം കായ്ക്കാൻ ഒക്കത്തില്ല. ഈ ഫലം കാണേണ്ടത് ബ്രാഞ്ചിലാണ്. ബ്രാഞ്ചിൻ്റെ പർപ്പസ് തന്നെ ഫലം കായ്ക്കുക എന്നുള്ളതാണ് അല്ലേ? കർത്താവ് പറയുന്നുണ്ട്, ഫലം കായ്ക്കാത്ത ശാഖകൾ എന്ത് ചെയ്യും? വെട്ടിക്കളയും. എന്നാ പറയുന്നുകൊണ്ട് ശാഖയ്ക്ക് തന്നെ ഫലം കായ്ക്കാൻ ഒക്കത്തുമില്ല. കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് കായ്ക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? ഫലം കായ്ക്കാനായിട്ട് ഒറ്റ പരിപാടിയേ ഉള്ളൂ. ഫലം കായ്ക്കാനുള്ള ശാഖയുടെ ശ്രമങ്ങൾ നിർത്തിയിട്ട്
ഈ മുന്തിരിവള്ളിയിൽ പൂർണ്ണമായിട്ട് വസിക്കുക, മുന്തിരിവള്ളിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, മുന്തിരിവള്ളിയിൽ നിന്നുള്ള ജീവൻ ശാഖയിലേക്ക് നിരന്തരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അത് നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫലം തന്നെ വന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെപ്പോലെ ഈ ക്യാമ്പിന് പുറകിൽ വന്ന ഇരുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഈ ക്യാമ്പ് വളരെ ആഹ്ലാദപരമായുള്ള സമയമാണെങ്കിലും വളരെ ടെൻഷൻ നിറഞ്ഞ സമയമാണ്. കാരണം എൻ്റെ പിതാവാണ്, പാസ്റ്റർ പി എ തമ്പിയാണ് ഈ ചർച്ചിൻ്റെ സ്ഥാപകൻ. അപ്പം ഞാനിങ്ങനെ ഈ ക്യാമ്പുകൾക്ക് പോകുമ്പോൾ അന്ന് ഇത്രയും പിള്ളേരൊന്നുമില്ല, ഇത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമല്ല എന്നുള്ളത്. അപ്പം ഈ ക്യാമ്പിന് പോകുമ്പോഴത്തേന് തമ്പിച്ചാൻ്റെ മോൻ എന്താണ് ഇടുന്നത്, അവൻ്റെ മുടിയുടെ നീളം എന്തുണ്ട്, അവനെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവനെങ്ങനെ ആരാധിക്കുന്നു, അവൻ കൈവെക്കുന്നുണ്ടോ കൈതാത്തിടുന്നുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നോട്ടീസ് ചെയ്ത ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പം ഈ ടെൻഷനുണ്ട്. ക്യാമ്പിന് പോകുമ്പോൾ മാത്രമല്ല, സഭായോഗത്തിൽ വരുമ്പോഴുണ്ട്. അപ്പം ഈ പാസ്റ്റർമാരുടെ മക്കളെ തന്നെ, പാസ്റ്റർമാരുടെ മക്കളെ കൈ നോക്കി. എനിക്ക് മാത്രമല്ല, പാസ്റ്റർമാരുടെ മക്കൾക്കെല്ലാം ഉള്ള ടെൻഷനാണിത്. പാസ്റ്റർമാരുടെ മക്കൾക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അപ്പനും അമ്മയും അപ്പനും വീട്ടിലേക്ക് വരണ്ട, നാണം കെടുത്തരുത്. വീട്ടിലിടക്കിടയ്ക്ക് ഞാൻ ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുകയാണ്, നീയായിട്ട് എനിക്ക് നാണക്കേടുണ്ടാക്കി വെക്കരുത്. അപ്പം അത് അവിടെ നിന്നൊരു പ്രഷർ വരുന്നു. മനസ്സിലായോ? അപ്പം നമുക്ക് അപ്പനോടും അമ്മയോടും വളരെ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അവരെ നാണം കെടുത്തരുതെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയത്തില്ല. അപ്പനെ അമ്മയെ നാണം കെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതോടും നമ്മൾ പരാജയപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കാൻ നോക്കുന്തോറും, സ്വന്തം ശ്രമം കൊണ്ട് ഫലം കായ്ക്കാൻ നോക്കുന്നതോടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുത്തൊരു 3 ദിവസം കഴിയുമ്പോൾ പിന്നെയും തലകുത്തി താഴെ വീഴും. ഇതുപോലുള്ള ക്യാമ്പുകൾക്ക് വരും, ഓരോ പ്രസംഗങ്ങളും കേൾക്കും. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് തീരുമാനമെടുത്ത് മുമ്പിൽ വരും. കർത്താവേ, ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയത്തില്ല, പൈസ കട്ടെടുക്കത്തില്ല. ഇതൊക്കെ ചെയ്ത കാര്യങ്ങളാണ് കൊച്ചിലോട്ട്. അപ്പം ഈ പാസ്റ്ററിൻ്റെ മോനായിട്ട് വളരുമ്പോഴത്തേന് ഭയങ്കരമായ ടെൻഷനാണ്. അപ്പം മാത്രമല്ല, ഈ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള, നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നിന്നും, ആളുകൾക്ക് നമ്മുടെ പുറത്തുള്ള പ്രതീക്ഷകളിൽ നിന്നും ദൈവത്തെക്കുറിച്ച് ഒരു സർട്ടൻ ഇമേജ് നമ്മൾ ഫോം ചെയ്തു. എന്താണ് ഇമേജ്? ദൈവം എൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെർഫെക്റ്റായിട്ട് ജീവിച്ചില്ലെങ്കിൽ അടികൊള്ളും. ഓക്കെ, പ്രത്യേകിച്ച് പാസ്റ്ററുടെ മോനാകുമ്പം, പാസ്റ്ററുടെ മൂത്ത മോനാകുമ്പം പ്രതീക്ഷകൾ പിന്നെ കൂടുകയാണ്. അപ്പം ഈ ആളുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് നമ്മുടെ വിചാരം. അപ്പം എന്ത് ചെയ്യാണ് എനിക്കറിയാം ഞാൻ ഈ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല ജീവിക്കുന്നത്. പക്ഷെ പുറമേ ആളുകളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ച് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തു പറ്റും? ആളുകൾ വിധിക്കും. അപ്പനോടും അമ്മയോടും നേരിട്ട് പോയി പറയും. ഇന്നത്തെ ആൾക്കാർ അത്രയും പറയത്തില്ല. എനിക്ക് അന്നത്തെ ആദ്യം മോനെ നന്നാക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരോട് പ്രസംഗിക്കുക. എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ, എന്നെക്കുറിച്ച് പലതും കേട്ടിട്ട് എൻ്റെ അപ്പനോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചങ്ക് തകർന്ന് എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ അങ്ങ് കൊല്ല്, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്ത് കത്തി കയറുന്ന പോലെ നമ്മൾ കരഞ്ഞുകൊണ്ട് പോയി മുടിയൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട്. കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, നടക്കുന്നില്ലല്ലോ, ഞാൻ എത്ര ശ്രമിച്ചതെന്ന് അറിയാം. ഇനി ഞാൻ തീരുമാനം എടുക്കാം, ഇനി ഒരിക്കലും ചെയ്യത്തില്ല. കാരണം സ്കൂളിൽ നിന്ന് മെമ്മോ വരും, എല്ലാ മാസത്തിലും 1-2 എണ്ണെങ്കിലും വരും. പിന്നെ അത് ചെയ്തു, ഇത് ചെയ്തു. പ്രോഗ്രസ് കാർഡ് കിട്ടിയ ഉടനെ അന്നേരം ഒപ്പിട്ട് അമ്മയുടെ ഒപ്പം അറിയാം കാണാതെ ബുക്കിനകത്ത് കയറ്റി വെക്കാൻ സാറ് കണ്ടു. സാറ് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ പോയി ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്തിനാ? അപ്പം എൻ്റെ ബുക്ക് തുറന്നു നോക്കാൻ. നീ പോയി ചോക്ക് എടുത്തോണ്ട് പോയി. ഞാൻ ചോക്ക് എടുക്കാൻ പോയോ, പുള്ളി എൻ്റെ ബുക്ക് തുറന്നു നോക്കി. പ്രോഗ്രസ് കാർഡ് അന്നേരം തന്നേ ഉള്ളൂ, എല്ലാത്തിനും തോറ്റു, ക്ലാസ് ടെസ്റ്റാണ്. ഞാൻ തന്നെ അന്നേരം അവിടെ ഇരുന്നിട്ട് മറന്നു പോയാലോ എന്ന് പറഞ്ഞ് അന്നേരം ഒപ്പിട്ടൊക്കെ വെച്ചു. എടാ, നിനക്ക് പ്രോഗ്രസ് കാർഡ് ഇപ്പം തിരിച്ചു വന്നപ്പോൾ പുള്ളി പ്രോഗ്രസ് കാർഡ് പിടിച്ചോണ്ട് നിൽക്കുക. സാർ ഇപ്പം അങ്ങോട്ട് തന്നതല്ലോ, നിൻ്റെ അമ്മയുടെ ഒപ്പ് എനിക്ക് ഇവിടുന്ന് കിട്ടി. മെമ്മോ, അപ്പനെ വിളിച്ചോണ്ട് പോവാ, അമ്മയെ വിളി. ഇങ്ങനെ എല്ലാ മാസവും എന്തെങ്കിലും പരിപാടി കാണും.
അങ്ങനെ വരുമ്പോഴത്തേനും എൻ്റെ അപ്പൻ സാധാരണ വരാറില്ല. പുള്ളി പല സ്ഥലങ്ങളിൽ യാത്രയും മിനിസ്ട്രിയാണ്. എൻ്റെ പാവം പിടിച്ച എൻ്റെ അമ്മയാണ് വരുന്നത്. അമ്മ സ്കൂളിൽ വന്നിട്ട് തല കൊനിച്ച്, സാറേ എങ്ങനെയെങ്കിലും ഇവനെ ക്ലാസ്സിൽ കയറ്റി, ഈ പ്രാവശ്യം കൂടി ക്ഷമിക്കേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അമ്മയോട് സ്നേഹമുണ്ട്, അമ്മയോട് ബഹുമാനമുണ്ട്. അമ്മ സാറിന് മുമ്പിൽ വന്ന് നാണം കിടന്ന് കാണാൻ ഇഷ്ടമില്ല. ആർക്കും ഇഷ്ടം? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നമ്മുടെ അമ്മ സാറിൻ്റെ മുമ്പിൽ വന്ന് നാണം കിടന്ന് കാണാൻ ആർക്കും ഇഷ്ടമില്ല. വീട്ടിൽ വന്ന് വീണ്ടും തീരുമാനമെടുക്കും. തീരുമാനമെടുത്തിട്ട് മൂന്നാം പക്കം പിന്നെയും തോറ്റുപോകും. കാരണം നമ്മുടെ സ്വന്തം ശ്രമത്തിലാണ് ഈ പരിശ്രമങ്ങളെല്ലാം നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഒരു കാരണം, ഈ ആളുകളുടെ പ്രതീക്ഷകളും ദൈവത്തെക്കുറിച്ചുള്ള ഇമേജ് നമുക്ക് തരുന്നതിനുള്ള കൂട്ടി നമ്മുടെ തലയിൽ വന്നിരിക്കുന്നത്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഭയങ്കരമാണ്. ആ പ്രതീക്ഷകൾക്കൊത്ത് ഞാൻ ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല. അങ്ങനെയാണ് ചിന്ത. മാത്രമല്ല നമ്മൾ ആക്ടിംഗ് ആണ്. പിന്നെ ആക്ടിങ്, ചർച്ചയിൽ വരുമ്പോൾ ആക്ടിങ്, വീട്ടിൽ വരുമ്പോൾ ആക്ടിങ്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഗേറ്റിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് മാറും. ഓക്കെ, വീട്ടിൻ്റെ ഗേറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. കാരണം വീട്ടിൽ എപ്പോഴും പാസ്റ്റർമാരാണല്ലോ. മോനെ എങ്ങനെയുണ്ട്? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. പാസ്റ്റർ എങ്ങനെയുണ്ട്? ശുശ്രൂഷയൊക്കെ എങ്ങനെയുണ്ട്? ആ ഒരു പെന്തക്കോസ്ത് ചിരിയും എല്ലാം നമുക്കറിയാം. ചർച്ചിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഉള്ളിൽ ടെൻഷനാണ്. പ്രത്യേകിച്ച് പ്രവാചകന്മാരും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. നമ്മളെ പൊക്കിക്കഴിഞ്ഞാൽ, ഞങ്ങൾ അന്നത്തെ പ്രവാചകന്മാരൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കി പറയും. പാസ്റ്റർമാരുടെ മക്കൾക്കറിയാം എപ്പോൾ ഐ കോണ്ടാക്ട് കൊടുക്കണം, പ്രവാചകന്മാർക്ക് എപ്പോൾ കൊടുക്കാൻ പാടില്ല, അപ്പോൾ കുനിഞ്ഞിരിക്കണം, അതെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഇറങ്ങി പോകണം, മൂത്രം ഒഴിക്കാൻ പോകണം, ഇതെല്ലാം ഒരു ഇങ്ങനെ പഠിച്ചു വച്ചിരിക്കുകയാണ്. ഭയങ്കരമായ ആക്ടിങ്ങും ടെൻഷനും. ഇങ്ങനെ വളർന്നു വന്നൊരു വ്യക്തി. അതിൻ്റെ കാരണം ഞാൻ പറയാം. അപ്പം ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഫോർമൽ റിലേഷൻഷിപ്പായിരുന്നു. ഇപ്പം നിങ്ങൾ ഓർക്കുക, ടിപ്സൺ എൻ്റെ മകനെ പോലാണ്. അവൻ ജനിച്ച സമയത്തോട്ട് എനിക്കറിയാം. ഇന്ന് YPCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ഞാനാണ്. ഹല്ലേലൂയ. അമേരിക്കയിൽ നിന്നും ഞാൻ ഈ ക്യാമ്പിന് വേണ്ടി തന്നെ വന്നതാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അവിടെ പ്ലാന്റ് ചെയ്തു, പയനിയർ ചെയ്തു. അപ്പം നിങ്ങൾ ഓർക്കുക, ടിപ്സൺ എന്നെ വളരെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത ടിപ്സൺ എന്നെ ഇഷ്ടമില്ല എന്നാണ് എൻ്റെ ചിന്ത. ഓക്കെ, സത്യത്തിൽ ടിപ്സൺ എന്നെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ചിന്ത ടിപ്സൺ എന്നെ ഇഷ്ടമില്ല. കാരണം ടിപ്സൺ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ടിപ്സൺ എന്നെ ഇഷ്ടമില്ല എന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ടിപ്സനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? എനിക്ക് ടിപ്സനോടാണ് ഒരു അടുത്ത ബന്ധം പറ്റൂ? നിങ്ങൾ പറഞ്ഞേ, പറ്റൂ? പറ്റത്തില്ല. ടിപ്സനോട് എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. ഞാൻ ടിപ്സനെ കാണുമ്പോൾ ടിപ്സൺ ഹലോ, പ്രൈസ് ദി ലോർഡ് എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വളരെ ഫോർമൽ റിലേഷൻഷിപ്പ് മാത്രമേ പറ്റത്തുള്ളൂ. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് പറ്റത്തില്ല. ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത, കർത്താവിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് എനിക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് കർത്താവിന് എന്നെ ഇഷ്ടമില്ല. ബാക്കിയുള്ളവരോടെല്ലാം അവരുടെ എല്ലാം മുമ്പിൽ ആക്ട് ചെയ്ത് അവരുടെ എല്ലാം ഇഷ്ടവും അക്സെപ്റ്റൻസും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷെ കർത്താവിന് എന്നെ ശരിക്കറിയാമല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ അതാണ്, കർത്താവെ നീ എല്ലാം അറിയുന്നു, ഞാനൊന്നുമില്ല കർത്താവ്, ഞാൻ വെറും കപടനാണ്. ഇതൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പുഴുവാണ്, പൊടിയാണ്, ഞാനെന്നുപോലുള്ള അടിയൻ പുഴുവാണ് എന്തെല്ലാം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന മൊത്തം ക്ഷമ ചോദ്യമാണ്. കർത്താവെ ക്ഷമിക്കണമേ, അത് ക്ഷമിക്കണമേ, ഇത് ക്ഷമിക്കണമേ. ഈ ക്ഷമ ചോദ്യം കഴിഞ്ഞിട്ടൊന്ന് വർത്താനം പറയാം നമുക്ക്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കർത്താവിൽ വസിക്കുവാൻ കഴിയുമോ? ഈ അബൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നിൽ ഫലം കായ്ക്കുക എന്നുള്ളതാണ് ഈ ബ്രാഞ്ചിൻ്റെ പർപ്പസ്. ഈ ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? ആ ഉള്ളിൽ വസിച്ചാൽ മാത്രമേ ആ മുന്തിരിവള്ളിയുടെ എസൻസും ജീവനും ഒക്കെ ഈ ശാഖയ്ക്കകത്തോട്ട് കയറത്തുള്ളൂ, ഇല്ലേ? എന്ന് പറഞ്ഞാൽ യാതൊരു ബാരിയറും കൂടാതെ, ഈ ശാഖയും മുന്തിരിവള്ളിയും തമ്മിൽ യാതൊരു ബാരിയറും കൂടാതെ ഡയറക്റ്റ് ഇൻറ്റിമേറ്റ്
വേർപിരിയാൻ കഴിയാത്തതുപോലെ ഒന്നായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുന്തിരിവള്ളിയുടെ ജീവനും സത്തും എല്ലാം ഈ ശാഖയ്ക്കകത്തോട്ട് കയറിയിട്ട് ശാഖയെ ഫലം വരത്തുള്ളൂ. അപ്പൊ കർത്താവുമായിട്ട് ഞാനും കർത്താവും തമ്മിൽ ഒരു ബാരിയറുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ ഉള്ള വളരെ അടുത്ത അഭേദ്യമായ, ഞങ്ങൾ രണ്ടും ഒന്നായിട്ടുള്ള, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തുവിൽ എന്നിലും, അതിനും പറയുന്ന അങ്ങനെ ഒന്നായിട്ടുള്ള, യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ്. അതുപോലെ ഒന്നായിട്ടുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ ജീവൻ എന്നിൽ വ്യാപരിക്കത്തുള്ളൂ, ആ ശക്തി എന്നിൽ വ്യാപരിക്കത്തുള്ളൂ, ആ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഫലം കായ്ക്കുന്നത്. അതിന് ആദ്യം വേണ്ടത് എന്താണ്? ആ ഒരു ബന്ധത്തിന് ആദ്യം വേണ്ടത് എന്താണ്? പ്രാഗൽഭ്യം. എനിക്ക് പ്രാഗൽഭ്യമില്ലാത്തൊരു വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധം സാധ്യമല്ല. ബന്ധം സാധ്യമാണ്, ഫോർമൽ ബന്ധം, അകന്ത ബന്ധം. അടുത്ത ബന്ധം സാധ്യമല്ല. സാധ്യമാണോ? എനിക്ക് ടിപ്സനുമായിട്ട് പ്രാഗൽഭ്യമില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ടിപ്സൻ എന്നെ ഇഷ്ടമാണെന്നുള്ള ബോധ്യം എനിക്കില്ലെങ്കിൽ, എനിക്കൊരിക്കലും ടിപ്സനുമായിട്ടൊരു അടുത്ത ബന്ധം വരത്തില്ല. എനിക്കൊരു അകന്ത ബന്ധം മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഓക്കെ, ഇന്ന് കർത്താവ് ആദ്യമായിട്ട് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിന് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഹല്ലേലൂയ. നിങ്ങൾ എത്ര ചാപ്റ്റർ ബൈബിൾ വായിച്ചെന്നോ, നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്നോ, ഇതെല്ലാം വേണം. ബൈബിൾ കൂടുതൽ വായിക്കണം, പ്രാർത്ഥിക്കണം. ഇതെല്ലാം ബൈ പ്രോഡക്ട്സ് ആണ്, ബന്ധത്തിൽ നിന്ന് വരുന്ന ബൈ പ്രോഡക്ട്സ് ആണ്. ബന്ധത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഞാൻ ചെയ്തു നോക്കിയാൽ, കർത്താവ് എന്നെ സ്നേഹിക്കാനായിട്ട് ഞാൻ ബൈബിൾ കഷ്ടപ്പെട്ട് വായിക്കുമ്പോൾ ബോറടിക്കുകയാണ്, ഉറക്കം വരികയാണെങ്കിൽ പിന്നെ മുഖം കഴിട്ട് പിന്നെ വന്നിട്ട് വായിക്കാൻ ഇഷ്ടമില്ല. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേന് അങ്ങ് ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഒരു അരമണിക്കൂറായെന്ന് വായിച്ചാൽ നോക്കാം 5 മിനിറ്റ് ആയിട്ടുള്ളൂ. കഷ്ടപ്പെട്ട്, കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് നോക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ കർത്താവ് പഠിപ്പിച്ചു, എൻ്റെ മോനെ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം നിന്റെ പെർഫോമൻസ് കൊണ്ടൊന്നുമല്ല. നീ എത്ര പെർഫോം ചെയ്യാൻ ശ്രമിച്ചാൽ നീ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം, നിനക്ക് വേണ്ടി ഞാൻ ചിന്തിയ രക്തം കൊണ്ട് ഞാൻ നിന്നെ കഴുകി. ഹല്ലേലൂയ. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണെന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. നീ എത്ര പ്രാർത്ഥനയുടെ അളവ് കൂട്ടിയാലും എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിൻ്റെ അളവ് കൂട്ടാനൊക്കത്തില്ല. കാരണം മാക്സിമം ആണ് ഓൾറെഡി. നീ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് കുറവ് വരികയില്ല. അത് പറഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യണമെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. പൗലോസ് പറഞ്ഞു, എന്താണ്? കൃപ പെരുകുന്നതുകൊണ്ട് നമ്മൾ പാപം ചെയ്യണമെന്നാണ്? ഒരിക്കലുമല്ല. പാപത്തിന് ഒരിക്കലും കൃപയെ തടയാൻ പറ്റത്തില്ല. പക്ഷെ കൃപയുടെ വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ പാപത്തെ നമ്മൾ അതിജീവിക്കും. ഹല്ലേലൂയ. ആ കൃപയുടെ വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ, സ്നേഹത്തിൻ്റെ വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗോൾ, അഥവാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെയെങ്കിലും പാപം ചെയ്യാതിരുന്ന് സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല, യേശുവിനെ കൂടുതൽ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. ഹല്ലേലൂയ. എനിക്ക് യേശുവിനെ കൂടുതൽ അറിയണം. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നതിന് യേശുവിനെ അറിയാൻ, പ്രാർത്ഥിക്കുന്നതിന് യേശുവിനെ കൂടുതൽ അറിയാൻ. യേശുവിനെ ഞാൻ കൂടുതൽ അറിയുമ്പോൾ എനിക്ക് പാപം ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ അല്ല പിന്നുള്ളത്, യേശുവിനെ കൂടുതൽ അറിയാനുള്ള വാഞ്ചയാണ് ഉള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പിശാചിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം, ഒന്ന്, അവൻ രക്ഷിക്കപ്പെടാതിരിക്കുക. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിശാചിൻ്റെ ഏറ്റവും വലിയ അടവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള പ്രാഗൽഭ്യം ഇല്ലാത്തവളായി ഇവിടെ ജീവിപ്പിക്കുക. കാരണം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫലം കായ്ക്കത്തില്ല. ഫലപ്രദമായ ജീവിതം പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കൂടി ഫലം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിശാചിൻ്റെ രാജ്യം ഡാമേജായി. പിശാചിന് തലവേദനയായി. ഫലം കായ്ക്കുന്നൊരു വിശ്വാസി രാവിലെ കണ്ണു പൊളിക്കുമ്പം സാത്താൻ്റെ കിങ്ഡം കിടുങ്ങാൻ തുടങ്ങും.
യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തി രാവിലെ നീ കണ്ണു തുറന്നു കഴിഞ്ഞാൽ പിശാചിന് പേടിയാണ്. ആ പിശാചിന്റെ ഏറ്റവും വലിയ അടവണ്ണ എന്താണ്? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തോടുള്ള പ്രാഗൽഭ്യമില്ലാത്തവനായി ഇല്ലാത്തവളായി നിന്നെ ജീവിപ്പിക്കുക. എങ്ങനെയെങ്കിലും കർത്താവേ പാപം ചെയ്യാതെ ഒതുങ്ങി ജീവിച്ച് സ്വർഗത്തിൽ പോയാൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിച്ച് സ്വർഗത്തിൽ പോകാനായിട്ടല്ല കർത്താവ് നിന്നെ രക്ഷിച്ചത്. അങ്ങനെ ജീവിച്ച് സ്വർഗത്തിൽ പോകാനായിട്ട് വേണ്ടി മാത്രമല്ല കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തത് ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനായിട്ടാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ്, നിങ്ങൾ ഈ ഭൂമിയെ സ്വാധീനിക്കേണ്ട ഏറ്റവും വലിയ സ്വാധീന ശക്തിയാണ്. ഹല്ലേലൂയ. ഇതാ ഇനി അടുത്തത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം കൂടെ പറയാം. താങ്ക് യു. നമ്മുടെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസിൻ്റെ കാര്യം, മൈൻഡ് സെറ്റ്. നമ്മുടെ ഇന്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിൽ പിശാച് കൊണ്ടിട്ടിരിക്കുന്ന വേറൊരു മൈൻഡ് സെറ്റ് ഇതാണ്: നമ്മൾ മൈനോറിറ്റിയാണ്, നമ്മളെന്താണ്, ന്യൂനപക്ഷമാണ്, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ല പൊതുവെയുള്ള ഇന്ത്യൻ ക്രിസ്ത്യൻസ് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് കേട്ട് വരുന്ന ഒരു നറേറ്റീവ് ഇതാണ്: മോനെ നന്നായിട്ട് പഠിക്കണം. തെറ്റാണോ? അല്ല, നല്ല കാര്യമാണ്. നല്ല മാർക്ക് മേടിക്കണം. തെറ്റാണോ? അല്ല. നല്ലൊരു ഡിഗ്രി എടുക്കണം. തെറ്റാണോ? അല്ല. നല്ലൊരു ജോലി കിട്ടണം. തെറ്റാണോ? അല്ല. സ്വന്തം കാലം നിൽക്കണം. തെറ്റാണോ? നല്ല വിശ്വാസിയായിട്ട് ജീവിക്കണം, സ്വർഗത്തിൽ പോകണം. ഇതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിലും സംതിങ് ഈസ് മിസ്സിങ്. സംതിങ് ഈസ് മിസ്സിങ്. അവിടെ എന്തോ മിസ്സാകുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിലും സംതിങ് ഈസ് മിസ്സിങ്. ഈ ബെസ്റ്റിൻ്റെ ഏറ്റവും വലിയ എനിമി ആരാന്നറിയോ? ഏറ്റവും നല്ലതിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ? ബെസ്റ്റ്. വാട്ട് ഈസ് ദി എനിമി ഓഫ് ബെസ്റ്റ്? എനിമി ഓഫ് ബെസ്റ്റ് ഈസ് ഗുഡ്. ബാഡല്ല. ബാഡ് നമ്മളാരും എടുക്കത്തില്ല. ബാഡാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോടും. ബെസ്റ്റിൻ്റെ എനിമി എന്താണ്? ഗുഡാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റാണ്. ആ ബെസ്റ്റിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുവാൻ പിശാച് ഒരു ഗുഡ് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആ ഗുഡാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് വരുന്ന നറേറ്റീവ്: നന്നായിട്ട് പഠിക്കണം, ഗുഡ്. നല്ല മാർക്ക് മേടിക്കണം, ഗുഡ്. ഡിഗ്രി എടുക്കണം, ഗുഡ്. സ്വന്തം കാലം നിൽക്കണം, ഗുഡ്. എല്ലാം ഗുഡാണ്. പക്ഷെ ഈ ഗുഡാണ് നമ്മുടെ ഏറ്റവും വലിയ എനിമി. ഈ ഗുഡാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എനിക്ക് നിങ്ങളെ ഇന്ന് ചാലഞ്ച് ചെയ്യാനുള്ള, നിങ്ങളെ ഗുഡിൽ ഒതുങ്ങി നിൽക്കുവാനുള്ളവരല്ല ദൈവം നിങ്ങളെ വിളിച്ചത് ബെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ഗുഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ത്യൻ ക്രിസ്ത്യൻസിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മൾ റിസ്ക് അവേഴ്സ് ആൾക്കാരാണ്. നമ്മൾ റിസ്ക് എടുക്കാത്ത ആൾക്കാർ. റിസ്കിനെ പേടിയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ന്യൂനപക്ഷമാണ്, നമ്മൾ മൈനോറിറ്റിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടും, അതിൻ്റെ 10% ദശാംശം കൊടുക്കാം, ബാക്കിയുള്ളതുകൊണ്ട് ജീവിക്കാം. പിന്നെ ഇങ്ങനെ കയറി പോയി നല്ല ജോലി കിട്ടി മക്കളെ പഠിപ്പിക്കാം, സ്വന്തമായിട്ട് എന്തോ ഒരു വീട് വെക്കാം. ഇതെല്ലാം ഗുഡാണ്. പക്ഷേ നമ്മളെ ഇത് എന്തിൽ നിന്നുമാണ് പിന്തിരിപ്പിക്കുന്നത്, അല്ലെ പുറകോട്ട് വലിക്കുന്നത്? ഈ ഭാരതത്തെ മാറ്റിമറിക്കുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുകയാണ് ഈ ഗുഡ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം റിസ്ക് അവേഴ്സാണ്. നമ്മൾ റിസ്ക് എടുക്കത്തില്ല. റിസ്ക് എടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ നോക്കിക്കേ, ലോകത്തിൽ എവിടെ പോയാലും സർവീസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ക്രിസ്ത്യൻസ് ആണ്. ഏറ്റവും നല്ല നഴ്സസ്. നഴ്സിങ്ങിന് പോകേണ്ടതല്ല, നിങ്ങൾ പോകണം, അതെല്ലാം നല്ല കാര്യങ്ങളാണ് കേട്ടോ, ഒന്നും മോശമല്ല. ഏറ്റവും നല്ല നഴ്സസ് ഇന്ത്യൻസ്, ക്രിസ്ത്യൻസ്. നല്ല ടീച്ചേഴ്സ്, നല്ല ഡോക്ടേഴ്സ്, IT പ്രൊഫഷണൽസ്, അക്കൗണ്ടൻസ്, HR പ്രൊഫഷണൽസ്, ഫൈനാൻസ് ഹെഡ്, CEO, CFO മെറ്റീരിയൽ എല്ലാം ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ ഡിസിഷൻ മേക്കേഴ്സ് ആണോ നമ്മൾ?
നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ് അല്ല. നമ്മൾ മറ്റാർക്ക് വേണ്ടി ജോലിയെടുത്ത് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷെ രാജ്യത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പോളിസികൾ ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ എത്ര പേരുണ്ട്? പോളിറ്റിക്സിനകത്ത് ഇന്ത്യയിൽ എത്ര പേരുണ്ട്? ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഡൽഹിയിൽ ഒരു പാർലമെന്റേറിയൻസിന്റെ ക്രിസ്മസ് ഡിന്നറുണ്ട്. ക്രിസ്മസിന് ഒരു MP മാരെല്ലാം കൂടി അതിനകത്ത് കുറച്ച് ക്രിസ്ത്യൻ ലീഡേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്തു. ആ കൂട്ടത്തിൽ എനിക്കും ഒരു ക്ഷണം കിട്ടി, ഞാൻ പോയി. എനിക്ക് വളരെ സങ്കടം തോന്നി. രാഹുൽ ഗാന്ധിയും അവരെല്ലാം ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളെ ഉണ്ടായിരുന്നു. എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ആൾക്കാരെ ഒന്നും ഇവിടെ കണ്ടില്ല. വിരലിൽ എണ്ണാവുന്ന ക്രിസ്ത്യാനികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ അതിന് കഴിവുള്ള ആൾക്കാർ ഇല്ലാഞ്ഞിട്ടാണോ? നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്തിയേ? നമുക്ക് റിസ്ക് എടുക്കാൻ പേടിയാ. കാരണം പിശാച് നമ്മുടെ തലയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ന്യൂനപക്ഷമാണ്. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു? എന്താണ്? നമ്മുടെ ഗുഡ് തിങ്കിങ്. നല്ല ജോലി കിട്ടണം, ശമ്പളം മേടിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ടൈത്ത് കൊടുക്കണം, നല്ല വിശ്വാസിയായിട്ടിരിക്കണം, സ്വർഗത്തിൽ പോകണം, ആർക്കും ശല്യം ഉണ്ടാകാതെ ജീവിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, YPC ക്യാമ്പ് ഞാൻ പറയുകയാണ്, ഈ ചിന്താഗതി മാറട്ടെ. ഹല്ലേലൂയ. അടുത്ത 15 വർഷം കഴിയുമ്പം നമ്മുടെ പാർലമെന്റ്, പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറയുന്ന വിശ്വാസികൾ അവിടെ ഇരിക്കട്ടെ ആ കസേരകളിൽ. ഹല്ലേലൂയ. നമ്മുടെ വിദ്യാഭ്യാസ നയവും കർഷകന്മാർക്കുള്ള നയവും നമ്മുടെ രാജ്യത്തുള്ള നയങ്ങൾ സൃഷ്ടിക്കുന്ന കസേരകളിൽ സിവിൽ സർവൻസ് ആയിട്ടും പൊളിറ്റീഷ്യൻസ് ആയിട്ടും നമ്മുടെ YPCയിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടായിക്കൂടാ? എന്തുകൊണ്ടിരുന്നുകൂടാ? നമ്മുടെ കൂട്ടത്തിലുള്ള അംബാനിമാരെന്തിയേ? നമ്മുടെ കൂട്ടത്തിലുള്ള അദാനിമാരെന്തിയേ? നമ്മളാരും റിസ്ക് എടുക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് എന്താണ്? മോനെ നീ പഠിച്ചോടാ, നല്ല മാർക്ക് പഠിച്ചോടാ. 198 എടുത്തു കഴിഞ്ഞാൽ 2 മാർക്ക് എവിടെ പോയി? ഇന്ത്യയിൽ ഞാൻ പറയട്ടെ, പാർസികൾ എന്നുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ട്. പാർസീസ് കേട്ടിട്ടുണ്ടോ? പാർസീസ് ഒരു ചെറിയ കൂട്ടം ന്യൂനപക്ഷ ആൾക്കാരാണ്. രത്തൻ ടാറ്റ എന്ന് കേട്ടിട്ടുണ്ട്? രത്തൻ ടാറ്റ ഇവിടെ മരിച്ചുപോയി. രത്തൻ ടാറ്റ പാർസിയായിരുന്നു. ഇന്ത്യയിൽ മൊത്തം 56,000 പാർസികളേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തം ഉള്ള പാർസികളുടെ എണ്ണം 56,000 പേരേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഇന്ത്യയിലുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാധീനമാണ്. മൊത്തം 56,000 പേരുള്ളൂ. അതിലൊന്നാണ് രത്തൻ ടാറ്റ, അതിലൊന്നാണ് പൂനാവാല. ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, നമ്മുടെ ലോകം മുഴുവനും കോവിഡ് വന്നപ്പോൾ വാക്സിൻ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്ത പുള്ളിയാണ് പൂനാവാല. അങ്ങനെയുള്ള വളരെ ചുരുക്കം ആളുകളെ ഉള്ളെങ്കിലും അവർ നമ്മുടെ രാജ്യത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ അവരിൽ കുറച്ച് പേരെ വിളിച്ചു ചോദിച്ചിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കത്തുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ കഴിവുള്ളവരില്ലേ? നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ എന്തുകൊണ്ട് ആ കസേരകളിൽ ഇരിക്കുന്നില്ല? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രാജ്യത്തെ സ്വാധീനിക്കുന്ന മേഖലയാണ് കലാ സാംസ്കാരിക മേഖല, ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അതുപോലെ സ്പോർട്സ്, ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ്, ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ സ്വാധീനിക്കുന്ന മേഖലകളാണ്. ഈ മേഖലകളിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്തുകൊണ്ടില്ല? കാരണം നമ്മുടെ നറേറ്റീവ് അതൊന്നും കെയറെടുത്ത് അതെല്ലാം വളരെ കറപ്റ്റഡാണ്. പോളിറ്റിക്സ് കറപ്റ്റഡ്, ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കറപ്റ്റഡ്, സ്പോർട്സ് കറപ്റ്റഡ്, ബിസിനസ് കറപ്റ്റഡ്. അതുകൊണ്ട് നമ്മൾ വേർപെട്ട് അത് കയറാതിരിക്കണം. വേർപാട് വേണ്ട, അതിനകത്ത് നമ്മൾ പോയിട്ട് നമ്മൾ വേർപെട്ടിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും മാങ്ങായും കൂടെ ഒന്നിച്ച് ഭരണിക്കകത്തിട്ട് കഴിഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റ് ഉപ്പിനകത്ത് കയറുമെന്ന് ആരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ധൈര്യമായിട്ട് ഉപ്പെടുത്താൻ കൊണ്ടിടും. കാരണം നമുക്കറിയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപ്പ് മാങ്ങായ്ക്കകത്ത് കയറും. തിരിച്ചല്ല, അങ്ങോട്ടാണ് കയറുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ലോകത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഇന്ന് എനിക്കിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നിങ്ങൾ വസിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു അബൈഡ് ഇൻ ക്രൈസ്റ്റ്, യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ സ്നേഹം,
യേശുവിന്റെ സത്ത് നിങ്ങളുടെ ഉള്ളിൽ കൂടി വ്യാപരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ സ്വാധീനിക്കാനുള്ള ഒതുങ്ങിക്കൂടി എങ്ങനെയെങ്കിലും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ച് മരിക്കാനായിട്ടല്ല, ഭാരതത്തെ സ്വാധീനിക്കുവാൻ, ഈ തലമുറയെ സ്വാധീനിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ട ഫലം. ദാറ്റ് ഈസ് എ ഫ്രൂട്ട് ദാറ്റ് വി വാണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തിനാ റിസ്കിനെ പേടിക്കുന്നത്? റിസ്ക് എടുക്കാൻ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞ റിസ്ക് എടുക്കണം. നിങ്ങൾ അപ്പുറത്തുപ്പുറത്തോടെ രണ്ടുപേരും നോക്കി പറഞ്ഞു, റിസ്ക് എടുക്കണം, റിസ്ക് എടുക്കണം. ഹല്ലേലൂയ. റിസ്കിനെ പേടിക്കരുത്. ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുന്നതിന് കാരണം 1962 ഒരു വ്യക്തി റിസ്ക് എടുത്തുകൊണ്ടാണ്. ഒരു റബ്ബർ തോട്ടത്തിൽ ജോലിക്കാരനായിരുന്നു. അവിടെ വെച്ച് സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടു, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. ഹൈസ്കൂളിൽ പോലും പാസ്സാകാത്ത വ്യക്തി സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. ക്ലാസ് ടീച്ചറിനെ തല്ലിയെന്നുള്ള പരാതിയിൽ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടൊരു വ്യക്തി തൻ്റെ സ്വന്തം അമ്മ മുഖത്ത് നോക്കി പറഞ്ഞു, കർത്താവേ, അടുത്ത വെട്ടുന്ന മിന്നൽ ഇടി ഇവൻ്റെ തലയിലോട്ട് വെട്ടട്ടെ. അത്രയ്ക്ക് നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായിട്ടിരുന്ന വ്യക്തി. തനിക്ക് 8 10 വയസ്സ് പ്രായമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും സിനിമയ്ക്ക് പോയപ്പോൾ തന്നെ കൊണ്ടുപോയില്ലെന്നുള്ള പരാതിയിൽ വീടിന് തീ വെച്ചു. അങ്ങനെയൊരു വ്യക്തി യേശു തന്നെ കണ്ടെത്തി. യേശു തന്നെ കണ്ടെത്തി. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. തൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, സുവിശേഷം അറിയിക്കണം. എന്നെ കാണുന്നവരോടുള്ള യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് പറയണം. 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ ചുറ്റുപാടുള്ളവരോടെല്ലാം പറഞ്ഞു, ജോലി രാജിവെച്ചു. റിസ്കാണോ? റിസ്ക. ജോലി രാജിവെച്ചു. വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, നിനക്ക് തലയ്ക്ക് വട്ടങ്ങളോടാ, 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല, എവിടെയോ ഒരു ജോലി കിട്ടി, നീ അതും രാജിവെച്ച ഈ മൈക്കും പിടിച്ചോണ്ട്. മൈക്കൊന്നുമില്ലെന്ന് ഈ സുവിശേഷം പറഞ്ഞു നടക്കണം. തൻ്റെ മൂത്ത സഹോദരൻ പോലീസ് ഓഫീസറായിരുന്നു. പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി, രക്ഷയില്ല. ഡാഡി പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ കാര്യമോ പറയുന്നത്, പാസ്റ്റർ ബി എ തമ്പി. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. റിസ്ക് ആയിരുന്നു. ജോലിയില്ല, താമസിക്കാൻ സ്ഥലമില്ല, ആഹാരത്തിന് പൈസ ഇല്ല, വണ്ടിക്കൂലിക്ക് കാശില്ല, താടി വടിക്കാൻ ബ്ലേഡ് വാങ്ങാൻ കാശില്ല. അങ്ങനെ വളർന്ന താടിയാണത്. റിസ്ക് എടുത്തു, വഴിയിലോട്ടിറങ്ങി. കാരണം തൻ്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഭാരതം സുവിശേഷീകരിക്കപ്പെടണം. എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈ യേശുവിൻ്റെ സ്നേഹവും ശക്തിയും മറ്റുള്ളവരിലേക്ക് പകരണം. തനിക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് വിരോധമായിട്ട് നിൽക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ കൈ കിട്ടുന്ന എല്ലാം സുവിശേഷം വിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താൻ മരിച്ചപ്പം ഒരു പ്രോപ്പർട്ടി തൻ്റെ പേരിലില്ലായിരുന്നു. മുഴുവൻ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറക്കി കിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് തന്നോട് പറയും, തമ്പിച്ചായ, ഇങ്ങനെ സ്വന്തം പേരുടെ ഒന്നുമില്ലാതെ എല്ലാം സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നാളെ വേറെ ആരെങ്കിലും ന്യൂ ഇന്ത്യയുടെ ചുമതല വന്നു കഴിഞ്ഞാൽ തമ്പിച്ചായനെ വഴിയിലോട്ട് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞപ്പം ഡാഡി പറഞ്ഞു, ആ ഇറക്കിക്കോട്ടെ, എനിക്കൊരു ബൈബിള് മാത്രം എൻ്റെ കൈ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു ബൈബിള് മാത്രം തന്നെ, എനിക്ക് വഴിയിലോട്ട് ഇറക്കിക്കോട്ടെ, എനിക്കൊരു പേടിയില്ല, ഒരു ബൈബിള് മാത്രം എൻ്റെ കൈ തന്നാൽ മതി. കാരണം ഒരു ബൈബിളുമായിട്ട് വഴിയിലോട്ട് ഇറങ്ങിയ വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഉള്ളിലുള്ള അഭിഷേകവും ഈ ബൈബിളും ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട, ഒന്നിനെയും പേടിയില്ല. ഹല്ലേലൂയ. ആ വ്യക്തി മരിച്ചപ്പം നിങ്ങൾക്കറിയാം, 3 വർഷത്തിന് മുമ്പ് എൻ്റെ പിതാവ് മരിച്ചപ്പം നിങ്ങളെ ആ ഫ്യൂണറൽ വന്നതാണെങ്കിൽ ഓൺലൈൻ കണ്ടതാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു മൂമെൻറ്റ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഡാഡി മരിച്ചു കഴിഞ്ഞ അടുത്ത ദിവസം കരഞ്ഞു പിടിച്ച ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ആ വ്യക്തി ചിങ്ങവനത്തെ ഉള്ളൊരു കള്ളനാണ്. കള്ളൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അനേക വർഷത്തിന് മുമ്പ് ഈ വ്യക്തി ഒന്ന് രക്ഷിക്കപ്പെട്ട് ചർച്ച വരാൻ തുടങ്ങി. ഞാനൊക്കെ ഇവിടെ ഉള്ള നാട്ടിലുള്ള സമയത്താണ്. അപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ കൊണ്ടുപോകും, ബൈക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകും, മീറ്റിങ്ങിന് കൊണ്ടുപോകും, കൺവെൻഷന് കൊണ്ടുപോകും.
ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിക്കുക. അന്ന് എല്ലാവരും പറഞ്ഞു അവനെ വീട്ടിൽ കയറ്റരുത്, അവൻ വീട്ടിൽ ഇത് ഒറ്റ നോക്കാൻ വരികയാണ്, രാത്രി കക്കാൻ വരും. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും എല്ലാവരും വീട്ടിൽ കയറുന്ന സ്വഭാവമായിരുന്നു. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആഹാരം കഴിക്കും, നമ്മുടെ ഇരുന്ന് ആഹാരം കഴിച്ച് അതേ ഡൈനിങ് ടേബിളിൽ അവരിടുന്ന് ആഹാരം കഴിക്കും. കുറച്ച് കഴിഞ്ഞ് ഞാൻ പഠിക്കാനായിട്ട് ഇവിടുന്ന് UK പോയി. ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. നമ്മുടെ നല്ല വിശുദ്ധന്മാരായ പല ആളുകളും ഇവനെ അടുപ്പിക്കാതായി. കാരണം ഇവൻ ആരാണ്? കള്ളനല്ലേ. അവൻ പുറകോട്ട് പോയി. വീണ്ടും അവൻ ക്രൈമിനകത്തോട്ട് പോയി, വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് പോയി. ഡാഡി മരിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ അടുത്ത ദിവസം ഇവനെന്ത് ചെയ്തു? ഇവൻ ഓടിപ്പിടിച്ച് കരഞ്ഞ് കള്ളു കുടിച്ച് ബോധമില്ലാതെ കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടി പിജു പോലെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അപ്പം പോയി കരയാണ്, എൻ്റെ അപ്പം പോയി, എൻ്റെ അപ്പം മരിച്ചു പോയി എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ അവൻ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. എന്നെ കെട്ടിപ്പിടിച്ച് അവനെ വേർക്കുന്നു, അവൻ്റെ കണ്ണുനീര് ഒലിക്കുന്നു, അവൻ്റെ മൂക്കൊലിക്കുന്നു, ഇതെല്ലാം എൻ്റെ ദേഹത്തുണ്ട്. ഞാനിങ്ങനെ അവനെ കെട്ടിപ്പിടിച്ച് എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ശവടക്കിന് പറഞ്ഞു എനിക്കൊരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും വേണം. നമ്മുടെ ഞാൻ ഷർട്ടും മുണ്ടും എല്ലാം കൊടുത്തു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പുള്ളി അത് കഴിഞ്ഞ് ഇവിടുത്തെ കുടി വെട്ടാനും എല്ലാം പുള്ളി കൊടുത്തിട്ടുണ്ട്. ഫ്യൂഡലിൻ്റെ ദിവസം പുള്ളി വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ കൊടുത്ത്. അപ്പോൾ ഈ പുള്ളിക്കൊരു പ്രത്യേകത ഉണ്ട്. കാക്കി കളറ് ഒരു 200 മീറ്റർ ദൂരെ കണ്ടാൽ ഓടും. ഓക്കെ, കാരണം കള്ളനല്ലേ, കുറ്റകൃത്യം ചെയ്യുന്നവരാണ്. അപ്പോൾ പുള്ളി അവിടെ വന്ന് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഡാഡിയുടെ ഫ്യൂഡലിൽ നിൽക്കാൻ ഒത്തിരി പോലീസുകാരുണ്ടായിരുന്നു, അവരെല്ലാം വെളിയിലൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ADGP മനോജ് എബ്രഹാം സാർ വന്നു. അദ്ദേഹം വന്ന് ഇന്ന് പുള്ളി അദ്ദേഹം DGP ആണ്, ADGP ആയിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഒരു 10-20 പോലീസുകാർ കൂടെ ഉണ്ട്, കാരണം പ്രോട്ടോക്കോളുണ്ട്. അദ്ദേഹം വരുമ്പോൾ അവൻ്റെ കൂടെ വരണം. അപ്പം ഞാനിങ്ങനെ നോക്കി, ഈ പുള്ളിക്കാരൻ നിൽക്കുമോ ഓടുമോ എന്നൊക്കെ. പുള്ളി ബോഡിയുടെ ഇങ്ങനെ സൈഡിൽ കയ്യൊക്കെട്ടി ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുക, അനങ്ങുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഈ പുള്ളി ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാൻ, ഇവിടെ പിടിച്ച് നിൽക്കാൻ കാരണമാണ് പുള്ളിക്ക് പറയാനുള്ള കാര്യം ഈ കിടക്കുന്ന മനുഷ്യൻ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. ആരാണ്? കള്ളൻ. കുറച്ച് കഴിഞ്ഞപ്പം നോക്കിയപ്പം നമ്മുടെ മനോജ് എബ്രഹാം സാർ ആ ബോഡിയുടെ അങ്ങേ സൈഡിൽ നിൽക്കുകയാണ്. മനോജ് എബ്രഹാം സാറിന് അറിയത്തില്ല ഈ പുള്ളി ആരാണ്. ആ ബോഡിയുടെ അങ്ങേ സൈഡിൽ ഞാൻ ഓർത്ത് ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? ഇദ്ദേഹം വന്ന ഇതാണ്, ഈ കിടക്കുന്ന വ്യക്തി എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. നോക്കിയ ഒരു കോഫിൻ്റെ അപ്പുറത്ത് കേരള സ്റ്റേറ്റിൻ്റെ ടോപ്പ് പോലീസ് ഓഫീസർ, ഇങ്ങേ സൈഡിലൊരു ലോക്കൽ കള്ളൻ. രണ്ടുപേരും അവിടെ വന്നിട്ട് പറയുകയാണ് ഈ പുള്ളി എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. അതെന്തുകൊണ്ട് സാധിച്ചു? അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ഒരു ചെറിയ ജോലിയും കെട്ടിപ്പിടിച്ചിരുന്നിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. റിസ്ക് എടുത്തുകൊണ്ടാണ് സാധിച്ചത്. റിസ്ക് എടുത്തുകൊണ്ടാണ് സാധിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ദിവസം നമ്മളെല്ലാവരും ഇവിടെ വിട്ടുപോകും. ഞാനും നിങ്ങളെല്ലാവരും പോകും. ഇന്നലെ ഞാൻ തെലങ്കാന സ്റ്റേറ്റിൽ നമ്മുടെ അവിടെ ഉള്ളതായ സ്റ്റേറ്റ് ലീഡറിൻ്റെ ഭാര്യയുടെ ഫ്യൂഡറിൻ്റെ പോരിക്കുക. റിസ്ക് എടുത്തു. അവരവിടെ സാക്ഷ്യം പറയുകയാണ്. അവരവിടെ പോകുന്ന സമയത്ത് രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്, നല്ല ജോലി ഉണ്ടായിരുന്നവരാണ്. അവർ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ബൈബിൾ സ്കൂളിൽ പഠിച്ചു. തെലങ്കാന സ്റ്റേറ്റിൽ പോയി, ഭാഷ അറിയത്തില്ല, പണമില്ല, ഒന്നുമില്ല. അവിടെ പോയിട്ട് ഇളയ കുഞ്ഞിനെ, കൈക്കുഞ്ഞാണ്, അവളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണക്കുപ്പി തീർന്നു. കാലിക്കുപ്പിയും പിടിച്ചോണ്ട് ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരുന്ന ഹൈസ്കൂൾ ടീച്ചറായിരുന്ന ഒരു കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി റിസ്ക് എടുത്ത് ജോലി രാജിവെച്ച് ഇറങ്ങി ആ പുള്ളിക്കാരത്തെ കാലിക്കുപ്പിയും പിടിച്ചോണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ എനിക്ക് എണ്ണ മേടിക്കാൻ പൈസ ഇല്ല, എനിക്ക് ഭാഷ അറിയത്തില്ല, എനിക്കിവിടെ ഒന്നുമില്ല, എൻ്റെ കൊച്ചിനെ കുളിപ്പിക്കാൻ എണ്ണ വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കമത്തി എണ്ണ വന്നു. ആ കാലിക്കുപ്പിയും കൊണ്ട് അവരുടെ കൈ പണം വരുന്നത് വരെ അടുത്ത പല ദിവസങ്ങൾ ആ കാലിക്കുപ്പിക്കകത്തുനിന്ന് എണ്ണ വീണ് ആ കുഞ്ഞിനെ കുളിപ്പിച്ചവര്. റിസ്ക് എടുക്കുന്നവന്റെ കൂടെ നിൽക്കുന്നവനാണ് യേശു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ YPC മെമ്പേഴ്സ്, പാസ്റ്റർ ലോഡ്സൺ പ്ലീസ് കം. നമ്മൾ വീണ്ടും കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ YPC, എൻ്റെ കുഞ്ഞ്, എൻ്റെ മക്കളുടെ പ്രായമാണ്. എൻ്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്, അവന് 23 വയസ്സുണ്ട്. എൻ്റെ മക്കളുടെ പ്രായമാണ് നിങ്ങൾ നല്ല പങ്ക് ആളുകൾ. എൻ്റെ മക്കളോട് പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ മക്കളോട് ഞാൻ റിസ്ക് എടുക്കണം. ടേക്ക് റിസ്ക്. കർത്താവ് കൂടെ ഉണ്ട്.
ധൈര്യമായിട്ട് കാലെടുത്ത് വെക്കുക. യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, കർത്താവിന് വേണ്ടി ഒരു സ്വാധീന ശക്തിയായി മാറാൻ റിസ്ക് എടുക്കണം. ഹല്ലേലൂയ. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങളെല്ലാവരും ജോലി രാജിവെച്ചിട്ട് പാസ്റ്റർമാരാകണോ എന്നല്ല ഞാൻ പറയുന്നത്. റിസ്ക് എടുത്ത് നിങ്ങൾ പൊളിറ്റീഷ്യൻസ് ആകണം. റിസ്ക് എടുത്ത് നിങ്ങൾ MP-മാരാകണം, മന്ത്രിമാരാകണം. റിസ്ക് എടുത്ത് ഇന്ത്യയെ സ്വാധീനിക്കുന്ന ബിസിനസ്സുകാരാകണം. റിസ്ക് എടുത്ത കലാ സാംസ്കാരിക മേഖലകളെ നമ്മൾ കൈയടക്കണം. റിസ്ക് എടുത്ത സ്പോർട്സ് മേഖലയിൽ നമ്മൾ പോയിട്ട് ലീഡേഴ്സ് ആകണം. ഹല്ലേലൂയ. റിസ്ക് എടുത്ത് നമ്മൾ സിവിൽ സർവീസ് മാറണം. നമ്മൾ റിസ്ക് എടുത്ത് മുമ്പോട്ട് നീങ്ങി, ഹല്ലേലൂയ, വിശ്വാസത്താൽ കാഴ്ചപ്പാടുകൾ എടുത്ത്. റിസ്കിനും 4 ലെറ്റേഴ്സാണ്, ഫെയ്ത്തിനും 4 ലെറ്റേഴ്സാണ്. റിസ്കിനെ നമുക്ക് സ്പെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? FAITH. ഫെയ്ത്തിന് 5 ലെറ്റർ ഉണ്ട്. റിസ്കിന്റെ നമ്മുടെ സ്പെല്ലിംഗ് എന്താണ്? FAITH. ഫെയ്ത്ത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ വായിക്കുന്ന വിശ്വാസ വീരന്മാരുടെ മുഴുവനും റിസ്ക് എടുത്തവരാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഫലം കായ്ക്കുവാൻ, യേശുവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ നിങ്ങൾ എത്രമാത്രം ചെയ്താൽ മതി? ഒറ്റ കാര്യം ചെയ്താൽ മതി, ക്രിസ്തുവിൽ വസിക്കുക. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ. കർത്താവിന് എന്നോടുള്ള സ്നേഹം എൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല, യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യേശു യാഗമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവിന് എന്നോടുള്ള സ്നേഹം. ആ ഉറപ്പിൽ ധൈര്യമായിട്ട് കർത്താവിൽ അടുക്കുക. ഏത് സമയത്തും ധൈര്യസമേതം കൃപാസനത്തോട് അടുത്ത് വരുവാൻ നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ആഹ്വാനം തന്നിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? ഇങ്ങനെയുള്ള തെറ്റായ റോങ് തിങ്കിങ്, റോങ് ചിന്താഗതികളെല്ലാം വിട്ട് കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കം ടു മീ, റിസീവ് മൈ ലവ്, റിസീവ് മൈ ഗ്രേസ്, റിസീവ് മൈ സ്ട്രെങ്ത്. ഐ വോണ്ട് ടു ഡു അമേസിങ് തിങ്സ് ത്രൂ. നിങ്ങളിൽ കൂടി വലിയ കാര്യങ്ങൾ, നിങ്ങളിൽ കൂടി വൻ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഹോളിനകത്തിരിക്കുന്ന ആളുകൾക്കകത്തുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലമുറയെ മാറ്റിമറിക്കാനുള്ള സാധ്യതയാണ് ഈ ഹോളിനകത്തുള്ളത്. നമുക്ക് എല്ലാവരും കൂടുതൽ വിഷയം എടുത്തെടുക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, ഇസ്രായേലിൻ കരങ്ങളൊന്ന് ഉയർത്തി. യാഹേ അങ്ങെന്നും ദൈവം, തലമുറ തലമുറ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ ഇസ്രായേലിൻ പരിപാലകൻ, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ തോൽവികളെല്ലാം മാറിടട്ടെ, രോഗം ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ. എല്ലാവരും ഒന്ന് പാടാൻ പോവാം.
ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ സർവശക്തൻ എൻ്റെ രക്ഷകൻ. യാഹേ അങ്ങെന്നും ദൈവം തലമുറ യാഹേ അങ്ങെന്റെ തലമുറ തലമുറയാ നീ മയങ്ങുകില്ല ഉറപ്പോടെ നീ മയങ്ങുകില്ല നീ ഇസ്രായേലിൽ ഒരിക്കൽ കൂടെ പാടുമോ നീ മയങ്ങുകില്ല നീ ഉറപ്പോടെ ഉറപ്പോടെ ശലറബലറഖനറഫേ നീ മയങ്ങുകില്ല ഉറങ്ങാത്തവരെ മയങ്ങാത്തവരെ അക്കരങ്ങളൊക്കെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ പറഞ്ഞേ എൻ്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല അവൻ മയങ്ങുന്നില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുള്ള കേട്ട വചനങ്ങൾ? ആമേൻ.